രഹസ്യങ്ങളുടെ പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. ഒരു കൂട്ടം കള്ളന്മാർക്ക് പിന്നാലെയാണ് ഞങ്ങൾ ഇക്കുറി യാത്ര ചെയ്യുന്നത്. ഓരോ കള്ളന്മാർക്കും അവരുടേതായ മോഷണ തന്ത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയുണ്ട്. ഈ കള്ളന്മാർക്കുമുണ്ട് അവരുടേതായ മോഷണ തന്ത്രങ്ങൾ. സിറാജുദ്ദീൻ എന്ന 56-കാരനാണ് കള്ളന്മാരുടെ നേതാവ്. ജയിലിൽ നിന്നും ഇറങ്ങുന്ന ഓരോ കള്ളന്മാരെയും തേടി പിടിച്ചുകൊണ്ട് അയാൾ തൻ്റെ താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിന്നീട് മോഷണ കലയുടെ വ്യത്യസ്തമായ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഓരോ കള്ളനും അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നത് മാസവേതനത്തിനാണ്. ഇങ്ങനെ കള്ളന്മാർ നേടിയെടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങളാണ്. കള്ളന്മാരുടെ ഞെട്ടിപ്പിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഇനി നമുക്ക് കടന്നു ചെല്ലാം. ഇന്നു ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങും. പറഞ്ഞതല്ലേ ഓർമ്മയുണ്ടല്ലോ. ഇനി ഒരു സംസാരമില്ല, ഫോണിലും വിളിക്കണ്ട. നീ നേരെ അങ്ങ് വന്നാൽ മതി. സ്ഥലം അറിയാമല്ലോ. ആ ബിവറേജിൻ്റെ മുകളിലുള്ള കെട്ടിടത്തിലെ 16-ാം നമ്പർ മുറിയിലാണ് എത്തേണ്ടത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ സിറാജുദ്ദീൻ കാര്യങ്ങളെല്ലാം കൃത്യമായി പയ്യന് പറഞ്ഞു കൊടുത്തു. പയ്യൻ ആശാൻ പറഞ്ഞതെല്ലാം കൃത്യമായി കേട്ടു. ഇന്ന് ആശാൻ ജയിലിൽ നിന്നിറങ്ങും. കുറച്ചു നാൾ കഴിയുമ്പോൾ ഞാനും ഇറങ്ങും. പിന്നെ വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ. പഠിച്ച തൊഴിൽ മോഷണമാണല്ലോ. വേറൊരു പണി അറിയുകയില്ല. പിന്നെ പുറത്ത് ആശാൻ ഉള്ളതുകൊണ്ട് ഒരാശ്വാസമുണ്ട്. തൊഴിൽ തേടി വേറെ എങ്ങും അലയണ്ട. ആശാൻ കള്ളന്മാരുടെ ദൈവമാണ്. സത്യം, വൻ ശിഷ്യ സമ്പത്താണ് ആശാന് പുറത്തുള്ളത്. എല്ലാവരും ഓരോ രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ചവർ. ഈ കാണുന്നവരെല്ലാം ആശാന്റെ ശിഷ്യഗണങ്ങളാണ്. നിലംപതുങ്ങി സിറാജ്, പൂട്ടു സതീഷ്, ആനപ്പാറ അരുൺ, മൊട്ട സുദീപ്, അനു, നസീം, അനിൽ, രതീഷ്, വിശ്വൻ, കരുണൻ, അങ്ങനെ 100 കണക്കിന് പേരുകൾ. ആശാന് പലരെയും പരിചയവുമില്ല. പക്ഷേ എല്ലാ കള്ളന്മാർക്കും ആശാനെ അറിയാം. അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. മോഷണത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത് സിറാജുദ്ദീൻ ആശാനാണല്ലോ. മോഷണകലയിൽ മാന്ത്രികത സൃഷ്ടിക്കുന്ന അപൂർവ പ്രതിഭ സിറാജുദ്ദീൻ എന്ന 56-കാരൻ. ജയിലിൽ കിടന്നുള്ള പരിചയം വെച്ചിട്ട്, അപ്പം ജയിലിൽ കിടക്കുമ്പോൾ പരിചയപ്പെടുന്ന കള്ളന്മാരെ അറിയിച്ച്, അല്ലെങ്കിൽ അവർ വഴി പുതിയ കള്ളന്മാർ സ്ഥലത്തെത്തി. അപ്പോൾ അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക. അപ്പോൾ സാധാരണഗതിയിൽ കള്ളന്മാർ വന്നാൽ അവർക്ക് അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ ഇയാളൊരു ലോഡ്ജ് മാനേജർ പോലെ അവിടെ നിന്നിട്ട് ലോഡ്ജ് മാനേജറായിട്ട് നടക്കുമ്പോൾ പുതിയ കള്ളന്മാർ വന്ന് ആദ്യം അവിടെ ലോഡ്ജിൽ താമസിക്കുക. പിന്നെ അവർക്ക് ലോക്കലായിട്ട് വീട് വേണമെന്നുണ്ടെങ്കിൽ വീട് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുക. അപ്പോൾ അത്തരത്തിൽ ഇവർക്കുള്ള ഷെൽട്ടർ ഒരുക്കി കൊടുക്കുക. അപ്പോൾ ആ സ്വന്തം സ്ഥലത്തുനിന്ന് മാറി നിൽക്കുക, ഒരു പുതിയ സ്ഥലങ്ങളിൽ കണ്ടെത്തിയിട്ട് അത്തരത്തിൽ അവരെ സംഘടിപ്പിച്ച് നിർത്തിയിട്ട് അവർ ചെയ്യുന്ന കുറ്റകൃത്യം കൂടാതെ ഇവരുടെ കൂടെ ഒന്നിച്ചും കുറ്റകൃത്യമോ അവരുടെ കൂടെ ഇയാളും കൂടെ ചേർന്നിട്ടുള്ള മോഷണങ്ങളുമുണ്ട്. ചന്ദ്രനും മോഹനും ഇന്ന് ജയിലിൽ നിന്നിറങ്ങും. ഏതോ മോഷണ കേസിൽ പോലീസ് പിടിച്ച് ജയിലിലിട്ടതാണ്. പല മോഷണ കേസുകളിൽ പോലീസ് പിടിച്ചത് 1-2 കേസുകളിൽ മാത്രം. മോഷണത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് മാത്രം പോലീസ് പിടിച്ചതാണ്. അന്ന് ആശാന് പരിചയമില്ലായിരുന്നു. പരിചയം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ അബദ്ധം പറ്റില്ലായിരുന്നു. കള്ളൻ ബിജു ആണ് സിറാജ് ആശാനെ പരിചയപ്പെടുത്തി തന്നത്. ആശാന് കൊടുക്കാൻ ഒരു ലെറ്ററും തന്നുവിട്ടു. പ്രിയപ്പെട്ട ആശാന്, ഞാൻ ബിജു ആണ്. ഈ വരുന്ന 2 പേർക്കും ആശാൻ തൊഴിൽ കൊടുക്കണം. വിശ്വസിക്കാൻ കൊള്ളാവുന്ന പിള്ളേരാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഇവരെ കൂടി ചേർക്കണം. വിശ്വസ്തയോടെ ആശാന്റെ പ്രിയ ശിഷ്യൻ കള്ളൻ ബിജു. ഇദ്ദേഹം ഒരു നേതാവായിട്ട് നിൽക്കുന്നു. അപ്പം ജയിലിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് വീണ്ടും ഇതേ പണി ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും പുതിയ സംവിധാനം ഒരുക്കി കൊടുക്കുക എന്നുള്ള പഴയ ആശാനെ തേടി വരുമ്പോഴത്തേക്കും ഒന്ന്. അപ്പോൾ ഇത് കൂടാതെ ഇവന്മാർ ഇദ്ദേഹം ചെയ്യാത്ത പ്രവൃത്തിക്ക് അവൻ പോയി ചെയ്യുന്നതിന് ഒരു ഫീസും കിട്ടും. അപ്പോൾ അതിന് ഉള്ള ഒരു വീതം കൊടുക്കുന്ന സംവിധാനം കൂടിയുണ്ട്. സിറാജ് ആശാന്റെ ഇടത്താവളമാണ് ഈ കാണുന്നത്. പാലോട് ടൗണിലുള്ള ഈ ലോഡ്ജിലെ മാനേജറാണ് ആശാൻ. വർഷങ്ങളായി ഈ ലോഡ്ജിൽ മാനേജറെ ജോലി ചെയ്യുകയാണ്. ഒരൊറ്റ കുഞ്ഞിന് പോലും അറിയില്ല സിറാജുദ്ദീൻ ഒരു കള്ളനാണെന്ന്.
ജോലി നൽകിയ ലോഡ്ജ് മുതലാളിക്ക് പോലും അറിയില്ല തന്റെ തൊഴിൽ എന്താണെന്ന്. അത്രയ്ക്ക് കൃത്യമായിട്ടാണ് ഈ 2 തൊഴിലും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സിറാജ് നേരത്തെ പോലീസിന് എന്നെ വിളിച്ചിട്ട് ഇൻഫർമേഷൻ തരുമായിരുന്നു. അതായത് എൻ്റെ മേളിൽ വാറണ്ട് പ്രതികൾ താമസിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചിട്ട് ഇൻഫർമേഷനായിട്ട് എന്നെ വിളിച്ചിട്ട് സാർ ഇന്ന പ്രതി ഇതിനകത്തുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നമ്മളുമായിട്ടൊരു സ്വീകാര്യത ഉണ്ടാക്കുക, ഒരു വിശ്വാസം ഉണ്ടാക്കും എന്നുള്ള ഉദ്ദേശം. അയാളെ കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ ഒന്നും അങ്ങനെ വരില്ല. കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ നോക്കിയപ്പോൾ ഇങ്ങനെയാണെന്ന് ഇവിടെ വരണമുണ്ട്, മോളുണ്ട്, അങ്ങനെ നമുക്ക് അത്രയും അറിയാം. മുതലാളിക്ക് അറിയാതിരിക്കില്ലല്ലോ. മുതലാളിയിൽ ഏർപ്പാട് ചെയ്താൽ മുതലാളിയിൽ ചോദിച്ചാൽ ക്ലിയറാണ് പറഞ്ഞുതരാം. അങ്ങനെ ഏർപ്പാട് ചെയ്താൽ അറിയാതിരിക്കും. ഇല്ലെങ്കിൽ കള്ളനാണെങ്കിൽ കൊടുക്കില്ലല്ലോ. കള്ളനാണെങ്കിലേ അങ്ങനെ ഒരു ഇത് കൊടുക്കില്ല, പണി കൊടുക്കില്ലല്ലോ. അപ്പം അങ്ങനെ അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ ഫോട്ടോ കണ്ടപ്പോഴാണ് കൺഫേം ആയത് അപ്പോൾ കള്ളനാണെന്ന്. ഇല്ല നമുക്കതിൽ ആർക്കും അറിഞ്ഞുകൂടാ. ഓ, ഇന്നാണല്ലോ ആ ദിവസം. മറന്നുപോയി. എടാ, ഇന്നു ഞാൻ പോകാം. നിങ്ങൾക്കൊണ്ട് പറ്റില്ല ഈ കേസ്. സിറാജ് ആശാൻ അടുത്തു നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞു. എന്താ ആശാനെ ഞാൻ പോയാൽ? ശിഷ്യൻ ചോദിച്ചു. എടാ, ഇത് കുറച്ച് റിസ്ക്കാ. നല്ല മെയ്വഴക്കം ഉണ്ടെങ്കിലേ ഇത് പറ്റൂ. മേൽക്കൂര പൊളിച്ചകത്ത് കിടക്കണം. ഒരു കടയല്ല, നിരനിരയെ നിൽക്കുന്ന 4-5 കടകൾ. ആദ്യം കയറേണ്ടത് ഈ ലോട്ടറി കടയിലാണ്. ആശാൻ ആ രാത്രി പണി തുടങ്ങി. രാവിലെ വെളുപ്പില്ല, ഞാൻ രാവിലെ 4:30 മണിക്ക് കട തുറക്കും. രാവിലെ കട തുറന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ കസേര ഇതൊക്കെ എടുത്തതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പോകുന്നത്. കസേരയൊക്കെ താഴെ ഇരിക്കുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവിടെ ഇറങ്ങിയ ആ സ്വിച്ച് ബോർഡിൽ ചവിട്ടിയൊക്കെയാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കാലിൻ്റെ പാട്. അപ്പം തന്നെ തൊട്ടടുത്ത മാർക്കറ്റിൽ മീൻ കൊണ്ടുവന്ന് അപ്പോൾ അവരടുത്ത് പറഞ്ഞ് ഉടനെയാണ് പോലീസിൽ പറഞ്ഞ്. പോലീസ് വന്ന് നോക്കി നമ്മുടെ വീഡിയോ ക്ലിപ്പൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു. ഇനി വിശ്രമമില്ലാത്ത സമയങ്ങളാണ്. ലോട്ടറി കടയിൽ പണി കഴിഞ്ഞു. ഊറ്റേണ്ടതെല്ലാം ഊറ്റിയെടുത്തു. ആശാൻ വലിഞ്ഞു കയറിയത് തൊട്ടടുത്തുള്ള ഈ ചായക്കടയിലേക്കാണ്. അവിടുത്തെ ഭണ്ഡാരശേഖരവും ഒന്നൊഴിയാതെ അടിച്ചു മാറ്റി. തട്ട് പൊളിച്ചിട്ട് താഴെ ഇറങ്ങി ഇവിടെ വന്ന് മേശ തുറന്ന് മേശയ്ക്കകത്ത് 6000 രൂപ വരുന്നത് എടുത്ത് എന്നിട്ട് ഇവിടെ മൊത്തം കറങ്ങി വേറെ ഒന്നും എടുത്തില്ല, പൈസ മാത്രമേ എടുത്തുള്ളൂ. എടുത്തിട്ടാണ് തിരിച്ച് കയറി അപ്പുറത്ത് ഇറങ്ങി അവിടെ നിന്ന് സാധനങ്ങൾ എടുത്തുകൊണ്ട് അവിടെ കുറേ നേരം കറങ്ങി. എല്ലാം കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റിയായിരുന്നു. അപ്പോൾ ഇതിനെ കള്ളം പിടിച്ചില്ല, ഈ കിടക്കാനും പിടിച്ചെങ്കിലേ ഉള്ളൂ. മേലെ അപ്പുറത്തൊരു മാവ് ഇപ്പുണ്ട്. ഈ കുറയ്ക്ക് പുറത്ത് ഒരു മരം നിൽപ്പില്ല, അതിൽ കൂടെ കയറിയിട്ടാണ് ഇറങ്ങി ഓട് പൊളിച്ചിറങ്ങി. ആശാനും സംഘവും വീണ്ടും ഒത്തുകൂടി. ആശാൻ മാനേജറായിട്ടുള്ള ഈ ലോഡ്ജ് മുറിയിൽ ശിഷ്യന്മാരായ കള്ളന്മാരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ബോസും രാഘവനും എത്തിയിട്ടുണ്ട്. രാഘവനെ ആശാൻ വിളിച്ചു വരുത്തണമെങ്കിൽ എന്തോ അത്യാവശ്യമുണ്ട്. കള്ളന്മാർ ആകാംക്ഷയോടെ കാത്തിരുന്നു ആശാൻ പറയാൻ പോകുന്ന വാക്കുകൾക്കായി. നമുക്കൊരു ഈ പറഞ്ഞ ലോഡ്ജ് മാനേജറായിട്ട് താമസിക്കുന്ന ഒരാളെ പറ്റിയൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമായി. അയാൾ സംശയിക്കപ്പെടേണ്ട ഒരാളാണെന്നുള്ള അയാളുടെ പ്രവൃത്തിയിൽ സംശയം തോന്നുന്നുള്ള രഹസ്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് പോലീസിന് കിട്ടിയത്. അപ്പോൾ അതുമേൽ തുടർന്ന് തന്നെയല്ല നമ്മളിതിലേക്ക് എത്തുന്നത് ഈ ലാസ്റ്റ് വിതുര അമ്പലത്തിലെ മോഷണം നടന്നപ്പോൾ, ആനപ്പാറ ക്ഷേത്രത്തിലെ മോഷണം നടന്നപ്പോൾ കൂടുതലായിട്ട് പോലീസ് അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം തുടങ്ങി. ആ ഭാഗത്ത് ആരെങ്കിലും പുതിയ കള്ളന്മാർ വന്നിട്ടുണ്ടോ തുടങ്ങി രാത്രിയും പകലും ഒക്കെ അന്വേഷണത്തിൻ്റെ ഭാഗത്തുമാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ഇല്ല ആദ്യം എത്താൻ പറ്റിയില്ല. പക്ഷേ പിന്നീട് നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ, രഹസ്യമായിട്ട് കിട്ടിയൊരു വിവരമാണ് ഇതിലേക്ക് എത്താൻ പറ്റും. ഓരോരുത്തരുടെയും കഴിവനുസരിച്ചാണ് സിറാജുദ്ദീൻ കള്ളന്മാർക്ക് ജോലികൾ നൽകിയത്. മോഷ്ടിച്ചെടുത്ത വസ്തുക്കൾ പൂർണ്ണമായും തൻ്റെ അടുക്കൽ കൊണ്ടുവരണം. അതിനവർക്ക് തുച്ഛമായ വേതനവും നൽകും. ആശാനും ഹാപ്പി, ശിഷ്യന്മാരും ഹാപ്പി. കാണാം മോഷണകലയുടെ പുത്തൻ കണ്ടെത്തലുകൾ. പാതിര പിന്നിട്ടിരിക്കുന്നു. അതാണ് സിറാജ് ആശാന്റെയും ശിഷ്യന്മാരുടെയും സമയം. ഇന്നത്തെ പണിക്ക് ആശാൻ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് നിലംപതുങ്ങി സതീഷിനെയാണ്. അവനാണെങ്കിൽ പതുങ്ങി നിന്ന് മോഷണം നടത്താൻ അസാമാന്യ കഴിവാണ്. ടൗണിലെ ഈ ക്ഷേത്രമാണ് ഇന്നത്തെ ലക്ഷ്യം. അതും ആശാൻ ജോലി നോക്കുന്ന ലോഡ്ജിന് തൊട്ടു മുന്നിലുള്ള ക്ഷേത്രം. എങ്ങാനും പിടിക്കപ്പെട്ടാൽ നാണക്കേട്ടല്ലേ? അതുകൊണ്ടാണ് വിശ്വസ്തനായ ശിഷ്യനെ തന്നെ മോഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചത്.
അവനാണെങ്കിൽ ഏറ്റെടുക്കുന്ന ദൗത്യം കൃത്യമായി നിറവേറ്റുകയും ചെയ്തു. ആ രാത്രി ഉമാമഹേശ്വരി ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇത് ചെയ്യുന്നത്. 2016 11-ാം മാസത്തിൽ ആദ്യമായിട്ട് താഴ്ന്ന ഒരു മേശയുണ്ടായിരുന്നു. മേശ പൂട്ടുള്ളതാണ്. കുത്തി തുറന്ന് അതിൻ്റെ ഏകദേശം 50,000-ഓളം രൂപയുണ്ടായിരുന്നു. നമ്മൾ കുറേ പ്രശ്നങ്ങൾക്കുണ്ടായിരുന്നു. അതൊന്നും രണ്ടൊന്നും വലിയ പൂജകളുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് 50,000-ഓളം രൂപയുണ്ടായിരുന്നു. അത് കുത്തി തുറന്നെടുത്തുകൊണ്ട് പോയി. പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ ഇത് കണ്ടു. പോലീസ് വന്നു. അതും അന്വേഷണം നമ്മൾ പരാതി കൊടുത്തിരുന്നു. അതിനും ഒന്നും ആയില്ല. അത് കഴിഞ്ഞ് 2017 ജനുവരി മാസം 8-ാം തീയതി രാത്രി 9-ാം തീയതി രാവിലെ വരുമ്പോഴത്തേക്ക് തിടപ്പള്ളി അടുക്കള തിടപ്പള്ളി എന്നാണ് അമ്പലത്തിൽ. ആ തിടപ്പള്ളിയുടെ ഉള്ളിൽ പോറ്റി വന്ന് താക്കോലെടുക്കുമ്പോൾ തന്നെ അത് തുറന്നു പോയി. തുറന്നു നോക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കാണിക്കുകയും ചെയ്യും. എല്ലാം കാലിയായിരിക്കും. അത് നിറച്ച് പൈസ ഉണ്ടായിരുന്നു. ആശാൻ വീണ്ടും മീറ്റിംഗ് വിളിച്ചുകൂട്ടി. ഇന്ന് പുതിയ കുറെ കള്ളന്മാരെയാണ് ആശാൻ ഏവർക്കും പരിചയപ്പെടുത്തിയത്. എല്ലാ കള്ളന്മാരും പരസ്പരം പരിചയപ്പെട്ടു. ആശാൻ ജയിലിൽ നേരിട്ട് പോയി കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇന്ന് ഷിജുവിന്റെ ബേക്കറി കൊള്ളയടിക്കണം. അവൻ ആള് ശരിയല്ല. ഒരു സാധനം കടം തരില്ലെന്ന് താൻ ജോലി ചെയ്യുന്ന ലോഡ്ജിന്റെ തൊട്ടടുത്തുള്ള കടയാണ്. ഈ മോഷണത്തിന് പുതിയൊരാൾ വേണം. അതിന് ഈ പയ്യൻ തന്നെ മതിയാകും. അത് നമ്മളിവിടെയാണ് താമസം. അപ്പോൾ രാത്രി ഇങ്ങനെ വെളിയിൽ വന്നപ്പോൾ ഇതെല്ലാം തുറന്നു കിടന്നു. ഇവിടെ ഈ കടയുടെ മുകളിൽ ഇതിൻ്റെ ഏരിയയിൽ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും പെട്ടെന്ന് നോക്കിയാൽ എല്ലാം ഇത് പൊളിച്ചെന്ന് ഇതൊരു ചിര കൊണ്ടുവന്നുകൊണ്ട് അതിനെ കുത്തി തുറന്നുകൊണ്ട് അത് കുത്തി തുറന്നു. ഇത് നമ്മൾ സാധാരണ ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് പൂട്ടൂലായിരുന്നു. ഇങ്ങനെ കയറിയൊന്ന് തുറന്നെടുത്തോണ്ട് പോയി. ഈ കോയിൻസ് അമ്പലത്തിൽ നിന്നുകൊണ്ടുവന്ന കോയിൻസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഇതേപോലെ വെച്ചിരുന്നു. ഇതിന്ന് 10 രൂപ 5 രൂപ മാത്രമേ എടുത്തു. ബാക്കി കോയിൻസ് ഒന്നും എടുത്തില്ല. ലോഡ്ജിൽ കള്ളന്മാർ വന്നും പോയും ഇരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് പോലും പുതിയ കള്ളന്മാർ ആശാനെ തേടി വന്നു. എല്ലാവർക്കും സ്വസ്ഥമായൊരു തൊഴിൽ വേണം, അതും മാസശമ്പളത്തിൽ. ശമ്പള അടിസ്ഥാനത്തിൽ കള്ളന്മാരെ പലയിടങ്ങളിലായി ആശാൻ അപ്പോയിന്റ് ചെയ്തു. ജയിലിൽ കിടന്ന് പരിചയപ്പെട്ട തൃശ്ശൂർ സ്വദേശികളുമായിട്ടുള്ള പരിചയത്തിലാണ്. ഒരു തൃശ്ശൂരുള്ള ഇയാളുടെ വേറൊരു സീനിയറായിട്ടുള്ളൊരു കള്ളൻ അയാളുടെ കൂടെ ഉണ്ടായിരുന്ന സഹായിയെ ഇയാളെ നേരിട്ട് വന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് പണ്ട് വീടുന്നു സിനിമയിലൊക്കെ കാണിക്കുമെന്നല്ലേ പറഞ്ഞു വിടുന്നു. ഇന്നയാളെ പോയി കണ്ടാൽ മതി, ബാക്കി സഹായം ചെയ്തു തരുമെന്ന് പറയും. ഇദ്ദേഹം ഇവിടെ വരുമ്പോൾ റൂം ആദ്യം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം വീടെടുത്ത് കൊടുത്തു. വീട് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അവൻ അതിന് തൊട്ടടുത്തുള്ള 2 അമ്പലങ്ങൾ മോഷണം നടത്തി. സിറാജുദ്ദീനെ പോലീസ് പൊക്കി. ആദ്യമായിട്ടാണ് ആശാനെ പോലീസ് പിടിക്കുന്നത്. ആശാന്റെ ശിഷ്യഗണങ്ങൾ കിടുങ്ങി. പലർക്കും ആ വാർത്ത ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ സത്യം അതായിരുന്നു, ആശാനെ പോലീസ് പൊക്കി. നമ്മൾ മുൻപ് ഇത്തരത്തിൽ കടകൾ മോഷണം നടത്തുന്ന പ്രതികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള MO ക്രിമിനൽസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇവരെ പിടിച്ചത്. ഇപ്പോൾ സിറാജുദ്ദീൻ്റെ ഫോട്ടോ നമുക്കൊരു CCTV ക്യാമറയിൽ കയ്യിൽ മുമ്പ് പതിഞ്ഞിരുന്നു. അന്ന് മുതൽ നമ്മൾ ഇവൻ്റെ അന്വേഷണത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ നടന്ന ഇയാളാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പോൾ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഈ കേസുകളും ഇവരുടെ ടീമാണ് ചെയ്തതെന്ന് വെളിവായിട്ടുള്ളത്. പോലീസിന്റെ പിടിയിലാകുന്നതുവരെ സിറാജുദ്ദീനെ പറ്റി ആ നാട്ടിൽ ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നില്ല. കാരണം മാന്യമായി തൊഴിൽ ചെയ്യുന്ന ഒരാളെ നാട്ടുകാർ എങ്ങനെ സംശയിക്കും? സിറാജുദ്ദീൻ എന്ന കൊടും കള്ളന്റെ ഒരു കൗശലം മാത്രമായിരുന്നു ഇത്. കാണാം തുടർന്നുള്ള വിശേഷം. സോമശേഖരൻ ഞെട്ടിപ്പോയി. ആ ലോഡ്ജ് മുതലാളി ഒരിക്കലും കരുതിയില്ല തന്റെ വിശ്വസ്തനായ മാനേജർ ഒരു കള്ളനാണെന്ന്. എത്ര സൗമ്യനായിട്ടാണ് അയാൾ പെരുമാറിയത്. മുതലാളി ഓരോ മുറിയും കയറി ഇറങ്ങി. കള്ളന്മാർ താവളമാക്കിയ മുറികളിലൂടെ അയാളുടെ കണ്ണുകൾ സഞ്ചരിച്ചു. ഇയാൾ ഒരു 52-53 വയസ്സോളം ഉണ്ട്. കണ്ട ഒരു മോഷണക്കാരൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല.
അപ്പോൾ കാണുന്നവർക്ക് സംശയം ഉണ്ടാവില്ല. ടൗണിലെല്ലാം കറങ്ങി നടന്ന് സ്വപ്ന ബേക്കറിയിൽ അദ്ദേഹം പറഞ്ഞത് അതിനകത്ത് കയറി ഒരു ദിവസം ജ്യൂസ് കുടിച്ച് പൈസ വയ്ക്കുന്ന സ്ഥലമെല്ലാം കണ്ടുപിടിച്ചു, അതിനുശേഷം മോഷ്ടിച്ചെന്നാണ് പറഞ്ഞത്. പോലീസ് കള്ളന്മാർക്കായി നാട് മുഴുവൻ വലവിരിച്ചു. ആ വലയിൽ ആശാന്റെ ഒട്ടേറെ കള്ളന്മാരും വീണു. പക്ഷേ ആശാൻ ഒരാളെയും ഒറ്റിയില്ല. ശിഷ്യന്മാരായ കള്ളന്മാർ ആശാനെയും ഒറ്റിയില്ല. അതായിരുന്നു ഈ കൂട്ടായ്മയിലെ ഏകധാരണ. പരിചയമില്ലാത്ത ആരെങ്കിലും ഇതുപോലെയുള്ള പരിചയക്കാരുടെ റെക്കമെൻഡേഷനിലാണ് വരുന്നത്. ഇപ്പോൾ പുതുതായിട്ട് വന്ന ഒരാളെ ഇയാൾക്ക് നേരിട്ട് പരിചയമില്ലായിരുന്നു. ഇയാളുടെ കൂടെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത രണ്ടാമത്തെ റഫീഖ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നേരിട്ട് പരിചയമില്ല. ഇയാളുടെ കൂടെ ജയിലിൽ കിടന്ന ഒരു സീനിയർ മറ്റൊരു കള്ളൻ്റെ റെക്കമെൻഡേഷനിലാണ് അദ്ദേഹം വന്നത്. ആശാനെ പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം വന്നു. അപ്പോൾ ഇദ്ദേഹത്തിനൊരു തൊഴിൽ കൊടുത്തു. അങ്ങനെ പുതിയ ആളെ അക്കോമഡേറ്റ് ചെയ്യാണ്. അപ്പം ഒരു റെഫറൻസ് വേണം, ആരെങ്കിലും ഒരാളുടെ ഇയാളാണെന്നുള്ളൊരു റെഫറൻസിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശൈലി എങ്ങനെയാണ്? സാധാരണ കള്ളന്മാർ അനുവർത്തിക്കുന്ന ശൈലിയാണോ അതോ എങ്ങനെയെങ്കിലും പ്രത്യേകതകളുണ്ടോ? പ്രത്യേകത ഇവർ കടയിൽ കാത്ത് കയറുന്നു, മോഷ്ടിക്കുന്നത് സാധാരണ കള്ളന്മാരുടെ അതേ ശൈലി തന്നെയാണ്. പിന്നെ പൈസ ചിലവാക്കുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ച് ആഡംബര ജീവിതത്തിനും സ്വന്തം സുഖ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ചിലവഴിക്കലാണ്. പൊതുവെ കള്ളന്മാരൊക്കെ ചെയ്യുന്നത് അതെ ആർഭാടം തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപാട്. ആശാനെയും ശിഷ്യന്മാരെയും പിടിച്ചതോടെ ഒട്ടേറെ മോഷണ കേസുകൾക്ക് തുമ്പായി. തെളിയാതെ കിടന്ന കുറേ മോഷണ കേസുകൾ ഇതോടെ തെളിഞ്ഞു. വർഷങ്ങളായി സിറാജ് എന്ന കൊടുങ്കള്ളൻ നടത്തിവന്ന മോഷണ പരമ്പരയ്ക്ക് ഇതോടെ പരിസമാപ്തിയായി. സിറാജുദ്ദീൻ കേസുകൾ ചെയ്യുന്നുണ്ട്. സിറാജുദ്ദീൻ ഇത്തരത്തിൽ മാറി മാറി ആണ് താമസിക്കുന്നത്. ഈ റഫീഖ്, സതീഷ് എന്നും റഫീഖ് എന്നും പേരുകൾ മാറ്റിയാണ് താമസിക്കുന്നത്. പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് മുമ്പ് കുന്നിക്കോട് പിടിച്ച സമയത്തേക്ക് ഇയാൾ കാട്ടാക്കടയാണ് താമസിച്ചിരുന്നത്. ഹോട്ടൽ മാനല്ല, റഫീഖ്, ഇയാളെ കൂടെയുള്ള റഫീഖ് കാട്ടാക്കടയാണ് താമസിച്ചത്. അന്ന് കുന്നിക്കോട് പോലീസ് പിടിച്ചിട്ട് അന്ന് 10ഓളം കേസുകൾ കിട്ടി. അന്ന് പാലോട് ഏരിയയിൽ അന്ന് 6ഓളം കേസുണ്ടായിരുന്നു. മാറി മാറിയാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇയാൾ വാടകയ്ക്ക് താമസിച്ചത് പാലോട് ഏരിയയിലാണ്. സിറാജുദ്ദീൻ ഇയാൾ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇതിലെല്ലാം. ഇയാൾ ഈ കടകൾ കേന്ദ്രീകരിച്ചിട്ടാണ് തുറന്ന്, ഇപ്പോൾ കടയുടെ ചുവരുകൾ തുറന്നുള്ള അകത്ത് കയറിയിട്ടാണ് ഇപ്പോഴുള്ള ഇയാളുടെ ശൈലി. തുറന്നകത്ത് കയറിയിട്ട് പൈസ മോഷ്ടിക്കുക, സാധനങ്ങൾ മോഷ്ടിക്കുക. ഇതാണ് ഈ സിറാജുദ്ദീൻ്റെ ഇപ്പോൾ നടത്തി വരുന്ന ശൈലി. മുമ്പ് ഇയാൾ സ്വർണ്ണം വീടുകൾ പൊളിച്ച് ഡോറ് പൊളിച്ചകത്ത് കയറി സ്വർണ്ണം മോഷ്ടിക്കുന്ന ശൈലിയും ഉണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ കള്ളന്മാരെയും കൊണ്ട് പോലീസ് ജീപ്പ് പാഞ്ഞു. പക്ഷേ ആശാന്റെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും കണ്ടില്ല. ഇനി മറ്റൊരു വേഷത്തിൽ മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടാം എന്നൊരു ധൈര്യം ആ മുഖത്തുണ്ടായിരുന്നു. സിറാജുദ്ദീനെ പോലെയുള്ള കള്ളന്മാർ പുതിയ പുതിയ തന്ത്രങ്ങളുമായി നമുക്ക് ചുറ്റുമുണ്ടു എന്ന യാഥാർത്ഥ്യം നാം ഓർക്കുക. നമ്മുടെ ജീവനും സ്വത്തിനും നാം തന്നെ സംരക്ഷണം നൽകുക. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറം തേടി ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ്. ഇനി മറ്റൊരു നാട്ടിലേക്ക്.